ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ട് വർഷ എവിടെയാണെന്നുള്ള കാര്യം കണ്ടെത്തുകയാണ്. അതിനുശേഷം വർഷയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വർഷയ്ക്ക് തന്നെ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നുവാണ് കേട്ടോ. താൻ ചെയ്തത് തെറ്റായി പോയി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വർഷ സച്ചിയുടെയും രേവതിക്കും ഒപ്പം തിരികെ വരാൻ വേണ്ടിയിട്ട് സമ്മതം മൂളുവാണ് ചെയ്യുന്നത്. പോകുന്ന വഴിയിൽ വർഷയാണെങ്കിൽ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ചുകൊണ്ടാണ് തിരികെ വരുന്നത്. അപ്പോഴേക്കും ഫംഗ്ഷൻ നടക്കുന്ന അവിടെയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ എല്ലാവരും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുവാണ്. വർഷയെ കാണാത്തതിന്റെ പേരില് ശ്രീകാന്ത് ഒരു വിധത്തിൽ പറഞ്ഞ് പിടിച്ചു നിൽക്കുന്നൊക്കെയുണ്ട്. അതിനിടയ്ക്ക് സമയം പോവാൻ വേണ്ടിയിട്ട് അമ്മയുടെയും അതുപോലെ തന്നെ ബാമേന്റെയും ഡാൻസ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുമാത്രമല്ല മഹിമയും കൂടി ചേർത്ത് ഡാൻസ് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. മധുസൂദന്റെ കുത്തുവാക്കുകളൊന്നും ഇഷ്ടപ്പെടാത്ത കലാവതിയാണെന്നുണ്ടെങ്കിൽ മധുസൂദൻ ഇട്ടിട്ട് നല്ല പണിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രീകാന്തിനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിയും അതുപോലെ രേവതിയും കൂടി ചേർന്നിട്ട് വർഷയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. വർഷയെ കാണുമ്പോഴേക്കും ശ്രീകാന്തിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. കാരണം മഹിമയും മധുസൂദനും മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ അവളെ ചീത്ത പറഞ്ഞത് കൊണ്ട് തന്നെ അവൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവള് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കും, ഫംഗ്ഷൻ കഴിയാതെ അവള് തിരികെ വരില്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ. അതെല്ലാം ശ്രീകാന്തിനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും സച്ചിയും അതുപോലെ രേവതിയും ശ്രീകാന്തിന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷയും കൂട്ടിയിട്ട് തിരികെ വരുള്ളൂ എന്നുള്ള കാര്യം. സച്ചിട്ടിന് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും നടപ്പിലാക്കൂ എന്ന് അറിയുന്ന ശ്രീകാന്ത് ചെറിയൊരു പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. വർഷ തിരികെ എത്തുന്നതും എല്ലാവരും ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എവിടെ പോയിരുന്നു, എന്താണ് ലേറ്റ് ആയി എന്നുള്ള കാര്യം. വർഷ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ വർഷ തിരികെ എത്തുന്നതും എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഉടനെ തന്നെ കേക്കെല്ലാം മുറിച്ചുകൊണ്ട് ഫംഗ്ഷൻ ആരംഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പറയുകയാണ്. അതുപ്രകാരം തന്നെ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് രണ്ടുപേരും ചേർന്നിട്ട്. അത് മാത്രമല്ല ഷെയർ ചെയ്തതിന് ശേഷം ശ്രീകാന്ത് വർഷയെ കുറിച്ചിട്ടും അവരുടെ ആ ഒരു വർഷത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വർഷയും അതുപോലെ ശ്രീകാന്തും ബെസ്റ്റ് കപ്പിൾ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ അവർക്ക് ബെസ്റ്റ് കപ്പിൾ ആവാൻ വേണ്ടി പറ്റിയില്ല. പക്ഷേ അവിടുത്തെ ജഡ്ജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ഇപ്പോഴും ലവേഴ്സ് ആണ് എന്നുള്ള കാര്യം. അതുപോലെ ലവേഴ്സ് ആയിട്ട് എപ്പോഴും ഇരിക്കാനാണ് തങ്ങൾക്ക് ഇഷ്ടം എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല അവർ രണ്ടുപേരുടെയും ജീവിതത്തില് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന സച്ചിയും അതുപോലെ തന്നെ രേവതിയും അവർ വാ തോരാതെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം വർഷയുടെ അവസരം വരികയാണ്. വർഷയാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിനെ കുറിച്ചിട്ട് തന്നെ ഒരുപാട് ടോളറേറ്റ് ചെയ്യുന്നുണ്ട് എന്നും ശ്രീകാന്തിനെ പോലെ ഒരു ഹസ്ബൻഡിന് കിട്ടിയത് തന്റെ ഭാഗ്യമാണ്. അത് മാത്രമല്ല അതിനുശേഷം നമ്മുടെ ചന്ദ്രയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്ര ശരിക്കും തനിക്ക് ഒരു കൊമേഡിയൻ ആയിട്ടാണ് തോന്നുന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്ക് ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. വർഷയുടെ ഒരു സ്വഭാവം എല്ലാവർക്കും അറിയാലോ. അവൾക്ക് എന്താണോ തോന്നുന്നത് അത് ആരുടെ മുമ്പിലാണെങ്കിലും അവള് പറയും. അതിനെ കുറിച്ച് രവിയെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. അവൾക്ക് മറ്റൊരു അച്ഛൻ തന്നെയാണ് രവി എന്നും എല്ലാ കാര്യങ്ങളും ഭയങ്കര ക്ഷമയോട് കൂടിയിട്ട് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, നല്ല നല്ല ഉപദേശങ്ങൾ തരും. അതുകൊണ്ട് എനിക്ക് അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാണ്. അതിനുശേഷമാണ് സച്ചിയെയും അതുപോലെ തന്നെ രേവതിയെയും കുറിച്ചിട്ട് പറയുന്നത്. ഇന്ന് ഈ ഫംഗ്ഷൻ നടക്കാനും ഒരു കാരണമായത് സച്ചിയേട്ടനും അതുപോലെ രേവതി ചേച്ചിയുമാണ്. രേവതി ചേച്ചി എന്ന് പറയുന്നത് എന്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. ഞാൻ എന്റെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ തന്നെയാണ്. ഈ കുടുംബത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും എനിക്ക് ഭയങ്കര സ്നേഹമാണ് തരുന്നത്. എന്റെ വീട്ടിൽ ഞാൻ ഒറ്റപ്പെട്ട് ജീവിച്ചതായിരുന്നു. എന്നാൽ ഈ ഒരു വലിയ കുടുംബത്തിൽ നിൽക്കുന്നത് എനിക്കും ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ശ്രുതിക്കും അതുപോലെ ശ്രുതിക്കും ജസ്റ്റ് ഒരു താങ്ക്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇവർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. സച്ചിയും രേവതിയും ജസ്റ്റ് ഒരു ബൊക്കെ മാത്രമാണ് കൊടുക്കുന്നത്. എന്നാൽ ശ്രുതിയും കൂടി ചേർന്നിട്ട് അവർക്ക് ഗോൾഡ് റിംഗ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല പ്രിയയും ആ ഫംഗ്ഷന് വരുന്നുണ്ട് കേട്ടോ. ഫംഗ്ഷൻ എത്തി പ്രിയ ആണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. പ്രിയയുടെ കാലിന് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് കാണുമ്പോൾ വർഷയ്ക്കും എന്തോ പോലെ തോന്നുന്നുണ്ട്. ശ്രീകാന്തിനെ സംശയിച്ചല്ലോ, അതിന്റെ ഒരു വിഷമം കൂടി നമ്മുടെ വർഷയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഫംഗ്ഷന് വരേണ്ടിയിരുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ പറയുന്നത് കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലെ ഏറ്റവും നല്ല ഷെഫാണ് ശ്രീകാന്ത്. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമ്മൾ വരാതിരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പ്രിയ ഗിഫ്റ്റ് എല്ലാം കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പ്രിയയുടെ അടുത്ത് ഇരിക്കാനൊക്കെ പറയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അച്ഛമ്മയുടെ വകയും ഗിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രീകാന്ത് ആണെങ്കിൽ വർഷയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സർപ്രൈസും ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാം ഒക്കെ വർഷ വരാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ. വർഷയ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഓഡിയൻസിന്റെ ഇടയിൽ നിന്ന് തന്നെ ഒരു പാട്ടുകാരൻ വരുന്നുണ്ട്. എല്ലാവരും ഞെട്ടിക്കുന്ന രീതിയിലാണ് കേട്ടോ അദ്ദേഹം പാട്ട് പാടുന്നത്. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടാണ് കേട്ടോ പാട്ടൊക്കെ പാടുന്നത്.
അതില് 3 കപ്പിൾസും ഭയങ്കരമായിട്ട് റൊമാൻറ്റിക് ആയിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതിനു ശേഷമാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. എല്ലാവരും കൂടി ഹാളിൽ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്ന് അങ്ങോട്ട് വരുന്നത്. അവരെ കണ്ട ഉടനെ തന്നെ രവിയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എല്ലാം നല്ല രീതിയിൽ തന്നെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കൊടപ്പ് പറയുന്നത് പോലെ സുധിയാണെന്നുണ്ടെങ്കിൽ വർഷ ഒറ്റ ആൾ കാരണമാണ് ഫംഗ്ഷൻ ഇത്രയും ലേറ്റ് ആയത്, അല്ലെങ്കിൽ എത്ര നേരത്തെ ഫംഗ്ഷൻ തീർക്കായിരുന്നു എന്നൊക്കെ പറയാണ്. അതിന് മറുപടി പറയാൻ പറ്റാതെ വർഷയാണെങ്കിൽ ഉരുണ്ട് കളിക്കുമ്പോഴേക്കും അതിനിപ്പോ വർഷയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവള് ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത വർക്ക് ചെയ്ത് തീർന്ന് കിട്ടാതെ അവൾക്ക് വരാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചി തൽക്കാലത്തേക്ക് അവളെ രക്ഷിച്ചു വിടുന്നുണ്ട്. അത് തനിക്ക് വലിയൊരു ആശ്വാസമായി എന്നുള്ള കാര്യത്തെ കുറിച്ച് വർഷ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരും കൂടി ചേർന്ന് കിടന്നുറങ്ങാ എന്ന് പറയാണ്. കാരണം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ടയേർഡാണ്. പക്ഷെ പോകുന്ന എല്ലാവരെയും പിടിച്ചു നിർത്തിക്കൊണ്ട് വർഷയാണെങ്കിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞ് രേവതിക്ക് അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ശ്രീകാന്തിന്റെയും അതുപോലെ തന്നെ വർഷയുടെയും ജീവിതത്തിൽ ഒരു വലിയ പ്രധാനപ്പെട്ട ദിവസമായിരുന്നു. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ആ ഫംഗ്ഷൻ മൊത്തത്തിൽ സ്പോയിൽ ആവേണ്ടതായിരുന്നു. പക്ഷെ സച്ചിയും രേവതിയും കൂടി ചേർന്നിട്ടാണല്ലോ വർഷ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ആ തെറ്റിദ്ധാരണയിൽ നിന്ന് മാറ്റിയിട്ട് തിരികെ ഫംഗ്ഷന്റെ അവിടേക്ക് കൊണ്ടുവന്ന് അത് വലിയൊരു ഗ്രാൻഡ് ഫംഗ്ഷനായിട്ട് തന്നെ നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. അതിന്റെ സന്തോഷത്തില് രേവതിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കേട്ടോ വർഷ. ആ കവറ് രേവതിക്ക് നേരെ നീട്ടുന്ന സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് ഇത് എന്താണെന്നുള്ള കാര്യം. ഇത് രേവതി ചേച്ചിക്ക് ചെറിയൊരു ഗിഫ്റ്റ് ആണെന്ന് പറയാണ്. ഗിഫ്റ്റ് എനിക്കല്ലല്ലോ, ഇന്ന് നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയിലെ നിങ്ങൾക്കല്ലേ കിട്ടേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഈ വെഡിങ് ആനിവേഴ്സറി നല്ല രീതിയിൽ നടക്കാൻ കാരണം രേവതി ചേച്ചിയല്ലേ എന്ന് പറയുകയാണേ. അതെങ്ങനെ രേവതി ആവണമെന്ന് ഉടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്. രേവതിയാണല്ലോ അവിടെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തത്, അതിനെ കുറിച്ചായിരിക്കും വർഷ പറഞ്ഞെന്ന് സച്ചി പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ അതേന്നും വർഷ ഇങ്ങനെ സച്ചിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. അതിനുശേഷം രേവതി ചേച്ചി ഗിഫ്റ്റ് മേടിക്കുക എന്ന് പറഞ്ഞിട്ട് കയ്യിൽ നിർബന്ധിച്ചു കൊടുക്കുവാണ്. ഉടനെ തന്നെ സച്ചി അതെന്താന്നുള്ള കാര്യം പൊളിച്ചു നോക്കാൻ വേണ്ടി പറയുന്നുണ്ട്. പൊളിച്ചു നോക്കിയ സമയത്ത് അത് ഒരു മൊബൈൽ ഫോൺ ആണ്, സ്മാർട്ട് ഫോൺ ആണ്. ഇത് സ്മാർട്ട് ഫോൺ ആണല്ലോ, തനിക്ക് എന്തിനാന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ബിസിനസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ചേച്ചിക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടും. അത് കേട്ട് സച്ചിക്കും തോന്നുന്നുണ്ട് കേട്ടോ, ശരിയാണ്, ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നു. രേവതിയാണെങ്കിൽ ഇതിനെ കുറിച്ച് പറഞ്ഞതുമില്ല. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും സ്മാർട്ട് ഫോൺ ആയിട്ടോ. രേവതിയുടെ ബിസിനസ്സിൽ ഈ സ്മാർട്ട് ഫോൺ യൂസ് ആവുന്നുള്ള കാര്യം പറയുമ്പോൾ ഇനി ഇവളെന്താ മോളെ അളക്കാൻ വേണ്ടി പോകുന്നത് ഫോണിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ചന്ദ്ര പതിവ് പോലെ തന്നെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ രവിയുടെ ഒരു നോട്ടം കാണുമ്പോഴേക്കും ചന്ദ്രയാണെങ്കിൽ അല്ല അവൾക്ക് ഇത്രയും വലിയ വിലയുള്ള ഫോണിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ജസ്റ്റ് പൂക്കച്ചവടം ചെയ്യാനല്ലേ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുവാണ് കേട്ടോ. ചന്ദ്രയുടെ ആ സംസാരം വർഷയെ ഭയങ്കരമായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. ആന്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, നമ്മള് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവരുടെ മനസ്സിന്റെ വലുപ്പം കൊണ്ടാണ്. രേവതി ചേച്ചിയുടെ മനസ്സിന്റെ വലുപ്പം കൊണ്ട് ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഒട്ടും കുറഞ്ഞു പോവില്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് അത് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഓരോ വഴിക്ക് പോകുന്നുണ്ട് കേട്ടോ. അവരെല്ലാരും പോയി കഴിഞ്ഞതിന് ശേഷം ചന്ദ്രയുടെ അടുത്ത് നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, വർഷ പറഞ്ഞിട്ട് പോയത് ചന്ദ്രയെ നീയും കേട്ടില്ലേ, നമ്മളൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് അവരുടെ മനസ്സിന്റെ വലുപ്പം അനുസരിച്ചിട്ടാണ്. രേവതിയുടെ മനസ്സിന്റെ വലുപ്പത്തിന് അവര് കൊടുത്ത ഗിഫ്റ്റ് ഒന്നുമല്ല എന്നാണ് അവൾ പറഞ്ഞിട്ട് പോയത്. അത്ര പോലും നിനക്കത് ചിന്തിക്കാനുള്ള കഴിവില്ലല്ലോ ചന്ദ്ര, എല്ലാത്തിനും ഓരോ കൊണവ് പറഞ്ഞ് പഠിച്ചു പോയി. നീ വർഷയെ കണ്ട് പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ രവി മുറിയിലേക്ക് കയറി പോകുന്നത്. ഇതെല്ലാം കേൾക്കുമ്പോൾ അച്ഛമ്മയും ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ചന്ദ്രയാണെങ്കിൽ ആകെ നാണം കെട്ട പോലെ നിൽക്കുവാണേ. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതി ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെ പുറത്ത് ഒരിടത്ത് വെച്ച് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ആന്റണി വരുന്നുണ്ട് കേട്ടോ. വന്നോടനെ തന്നെ ആന്റണി ചോദിക്കുന്നുണ്ട് കേട്ടോ, പുറത്ത് വെച്ചിട്ട് കാണാന്നാണല്ലോ പറഞ്ഞത്, നിങ്ങളെന്താ ഓഫീസിന്റെ ഭാഗത്തേക്ക് വരാത്തതെന്ന്. ഓഫീസിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണല്ലോ, സച്ചി മനസ്സിലാക്കിയിട്ടുണ്ട് നിന്റെ കയ്യിൽ നിന്ന് ഞാൻ പണം കടം മേടിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ അവൾ അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെടല്ലോ എന്ന് മീര പറയുന്നുണ്ട്. ശരി, നിങ്ങൾ എന്തിനാ വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യമാണ് അടുത്തതായിട്ട് ആന്റണി ചോദിക്കുന്നത്. കാര്യം പറയുന്നതിന് മുമ്പായിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആന്റണിയോടൊപ്പം നിൽക്കുന്ന ആളുകളെ നോക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ട ആന്റണി മനസ്സിലാക്കുന്നത് അവരുടെ അടുത്ത് മാറി നിൽക്കാൻ വേണ്ടി പറയണം എന്നുള്ള രീതിയിലാണ്. ആന്റണി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാറി നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. എന്നതിന് ശേഷമാണ് ശ്രുതി കാര്യം പറയുന്നത്. ശരത്തിന്റെ വീഡിയോ പുറത്തു വിട്ടത് ആന്റണി ആണെന്നുള്ള സ്ട്രോങ് സംശയം നമ്മുടെ സച്ചിക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം കേട്ട ഉടനെ ആന്റണി എങ്കിൽ ചിരിച്ചുകൊണ്ട് അവന് ഉറപ്പായിട്ടും ഫസ്റ്റ് തന്നെ സംശയം വന്നിട്ടുണ്ടാവുക എന്റെ പേര് തന്നെയാണ്, അവനുള്ള ഒരേ ഒരു എതിരാളി ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എന്നിട്ട് നിനക്ക് ഭയമൊന്നുമില്ല എന്നുള്ള കാര്യം ബീന ചോദിക്കുമ്പോൾ ഇവനെ പോലെ 1000 പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങളൊരു പക്ഷെ 1000 പേരെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ സച്ചിയാണെങ്കിൽ കുറച്ച് ഏടാകുടം പിടിച്ച ഒരാളാണ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാലോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. അവനൊക്കെ എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് ആന്റണി ഇങ്ങനെ ഒഴിഞ്ഞു മാറുവാണ് കേട്ടോ ചെയ്യുന്നത്. അവനെങ്ങനെ സാധാരണ പോലെ ആളായിട്ട് കാണരുത്, അവന് മുമ്പിൽ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കണം. ആ വീഡിയോ പുറത്തു വിട്ടത് നീയാണെന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൻ ഏത് അറ്റം വരെ
വരെ വേണമെങ്കിലും പോകും. നിങ്ങൾ എന്തായാലും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവന് മനസ്സിലായി. നിങ്ങളിലൂടെ എന്നെ പിടിക്കാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ആന്റണിയുടെ കൂടെ വന്നിരിക്കുന്ന ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ആന്റണി ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ശരത്ത് തന്റെ അടുത്ത് ആ വീഡിയോ പുറത്തു വിട്ടത് ആന്റണി ചേട്ടനാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ചു ദിവസം മുമ്പ് വന്ന് അന്വേഷിച്ചിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണേ. ഇത് കേട്ട ഉടനെ തന്നെ ആന്റണി ആണെങ്കിൽ ദേഷ്യപ്പെടുകയാണോ ചെയ്യുന്നത്. നീ എന്തുകൊണ്ടാണ് ഇതിനെ കുറിച്ചിട്ട് മുന്നേ എന്റെ അടുത്ത് പറയാണ്ടിരുന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായില്ല ആന്റണി, അവൻ നിങ്ങളുടെ പുറകെ തന്നെയുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അവൻ പഠിക്കാത്തവനാണെന്നുണ്ടെങ്കിലും കുറച്ച് ബുദ്ധിശാലിയാണ്, അത് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അവൻ ശരത്തിനെ പറഞ്ഞു വിട്ടത്. അവനെ ഞാന് എന്നേക്കുമായിട്ട് ഉള്ളിലിടാൻ വേണ്ടിയിട്ടൊരു പദ്ധതി ഒരുക്കിയതാണ്. പക്ഷേ പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകളഞ്ഞതാണ്. എന്തായാലും ഇനി ഒരവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനെ എന്നേക്കുമായിട്ട് ഉള്ളിലിടാനുള്ള വഴി ചെയ്യും. ആന്റണിയുടെ മേല് അവന് സംശയം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അവൻ ഇനി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഞാൻ സത്യം പറയുമെന്നുള്ള ഭയമല്ലേ നിങ്ങൾക്ക്? അതെന്തായാലും നിങ്ങൾ പേടിക്കണ്ട. അവനൊരിക്കലും എന്റെ അടുത്തേക്ക് നേരിട്ട് വരില്ല. ഇനിയിപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ മേല് സംശയം തോന്നാത്ത രീതിയിൽ എങ്ങനെ കാര്യങ്ങൾ തിരിച്ചുവിടണം എന്നുള്ള കാര്യം എനിക്കറിയാം. എന്തൊക്കെയാണെങ്കിലും കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒരു രീതിയിലും ശ്രുതിയുടെ പേര് താൻ ഇതിലേക്ക് വലിച്ചഴക്കില്ല എന്നുള്ള കാര്യം വാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ആന്റണി. ശരത്ത് നിന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പുറത്തു വിട്ടാലോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി ചോദിക്കുന്നുണ്ട് കേട്ടോ. അവൻ നല്ലവനാണ്, ഭയങ്കര ടാലന്റ് ഉള്ളവൻ തന്നെയാണ്. ഓഹോ, നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയവനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പൊക്കിയിട്ടാണല്ലോ പറയുന്നത് മീര ചോദിക്കുന്നുണ്ട്. അവനുള്ളപ്പോഴൊക്കെ നല്ല രീതിയിൽ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നതാണ്. അവനെ പോലത്തെ ഒരാളെ ഇപ്പൊ കിട്ടാനില്ല. എന്റെ കണക്കുകൾ നോക്കാൻ വേണ്ടിയിട്ട് മീരയെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്താ നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തോന്നുന്നത് കള്ളപ്പലിശയ്ക്ക് വിൽക്കുന്ന നിങ്ങൾക്കൊക്കെ അക്കൗണ്ട്സ് നോക്കലാണോ എന്റെ പരിപാടി? ഞാൻ ഒരു IT എംപ്ലോയി ആണെന്നുള്ള കാര്യം പറഞ്ഞ് മീര ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ ജോബൊന്നും കളഞ്ഞിട്ട് വരണമെന്ന് ഞാൻ പറയില്ല, പാർട്ട് ടൈം ആയിട്ട് അക്കൗണ്ട്സ് നോക്കിയാൽ മതി, നല്ല സാലറി ഒക്കെ തരാമെന്ന് ആന്റണി പറയുന്നുണ്ട്. ഇത് കേട്ട് മീരയാണെങ്കിൽ ചിരിക്കുകയാണ് ചെയ്യുന്നത്. മീരയുടെ ചിരി കാണുമ്പോൾ നല്ല സാലറി തരാന്നുള്ള കാര്യം പറയുമ്പോൾ നീ എന്തിനാ ചിരിക്കുന്നത്? അല്ല, എന്റെ അവസ്ഥ ആലോചിച്ചിട്ട് ഞാൻ ചിരിച്ചു പോയതാണ്. ശ്രുതി, നിന്റെ കൂടെയൊക്കെ നടക്കാൻ വേണ്ടി തുടങ്ങിയ എന്റെ അവസ്ഥ ഇപ്പൊ എന്താന്നുള്ള കാര്യം നീ കണ്ടില്ലേ? എന്നെ അങ്ങ് വിട്ടേക്ക്, എനിക്ക് എന്റെ ജോലിയുണ്ട്, അത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് മീര ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട്. നീ ദേഷ്യം പിടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, നീ തന്നെ വരണമെന്നില്ല, നിനക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടാലും മതി. ഞാൻ നീ വിചാരിക്കുന്ന പോലെ ഇല്ലീഗൽ ബിസിനസ് മാത്രമല്ല ലീഗൽ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു വിടാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. ആ ശരി ശരി എന്ന് പറഞ്ഞ് മീര വണ്ടി എടുക്കുവാണ്. ശ്രുതി വേണമെങ്കിൽ പോര്, ഇല്ലെങ്കിൽ കൂട്ടിപ്പറക്കാൻ വേണ്ടിയിട്ട് ആളില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കൂടെ പോകേണ്ടി വരും. പോകുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ ആന്റണിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ, കുറച്ച് ജാഗ്രതയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മീരയുടെ കൂടെ വണ്ടിയിൽ കയറിയിട്ട് പോവാണ്. അതായത് അമ്മയ്ക്ക് പൂക്കൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് രേവതി അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അരികിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ദൈവമാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന തിരക്കിലായതുകൊണ്ട് ചേച്ചിയുടെ അടുത്ത് യാത്രയൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ശരത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ശരത്തിന് ഇന്ന് ലീവാണ്, ഏതോ പ്രൊഫസറെ കാണാൻ വേണ്ടി പോയിരിക്കാന്നൊക്കെ ലക്ഷ്മി പറയുമ്പോഴേക്കും ശരത്ത് തിരികെ വരുന്നുണ്ട്. ചേച്ചിയെ കണ്ട ഉടനെ തന്നെ ചേച്ചിനെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വേണ്ടി പോവായിരുന്നു. ചേച്ചി എപ്പോഴാ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ എന്ന് രേവതി പറയാണ്. ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ചേച്ചിക്ക് വലിയൊരു ഓർഡർ വന്നിട്ടുണ്ട്. എന്താണ്, മാല കൂടുതൽ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ചേച്ചി ഇപ്പോ ഡെക്കറേഷൻ പണിയൊക്കെ ചെയ്യുന്ന ആളല്ലേ, അതിന്റെ വലിയൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് നീ ഈ പറയുന്നത്? നീ പ്രൊഫസറെ കാണാൻ വേണ്ടി പോയി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഇപ്പോ ഓർഡർ മേടിച്ചു വന്നിരിക്കുന്നത്? അമ്മേ, ഈ ഓർഡർ തന്നത് എന്റെ പ്രൊഫസറാണ്. ഞാൻ പ്രൊഫസറെ കാണാൻ വേണ്ടി പോയതായിരുന്നു ചേച്ചി. അവരുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഈ ഡെക്കറേഷന്റെ കാര്യങ്ങൾ ചേച്ചി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ചേച്ചിക്ക് ചെറിയ ചെറിയ ഓർഡർ അല്ലേ കിട്ടിയിട്ടുണ്ടായിരുന്നത്? അതെ അതെ. എന്നാൽ ഇതങ്ങനെയല്ല കേട്ടോ ചേച്ചി, ഇതിന്റെ മൊത്തം ഓർഡറും ചേച്ചിക്കാണ് തന്നിരിക്കുന്നത്. മണ്ഡപത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ എനിക്കറിയാം അത് വലിയ മണ്ഡപമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അതേ ചേച്ചി, ആ മണ്ഡപത്തിലെ മൊത്തം വർക്കും ചേച്ചി ഒറ്റയ്ക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓർഡർ കിട്ടിയ സന്തോഷത്തിൽ രേവതിയാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്. രേവതിക്ക് ഓർഡർ കിട്ടിയ സന്തോഷം അത് മാത്രമല്ല, നമ്മുടെ ശരത്തിനാണെങ്കിൽ ഉത്തരവാദിത്തമൊക്കെ വന്നു. അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും വലിയൊരു ഓർഡർ ഒക്കെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം ലക്ഷ്മി പറയുന്നുണ്ട് കേട്ടോ. അമ്മേ, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യം ഞാൻ ചെയ്തേ ഉള്ളൂ. അമ്മേ, ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കും അതുപോലെ ദൈവനും പഠിക്കാൻ വേണ്ടിയിട്ട് ചേച്ചിയുടെ പഠിപ്പ് വരെ വിട്ടു. അങ്ങനെ വിട്ടില്ലായിരുന്നെങ്കിൽ ചേച്ചി ഇപ്പോ വലിയ നിലയിലെത്തിയനെ. നീ പഠിച്ച് വലിയ ആളായ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കേട്ടോ. രേവതി തിരിച്ച് ശരത്തിന്റെ അടുത്ത് പറയുന്നത്. ശരി ശരി, സംസാരത്തിനിടയിൽ ഒരു കാര്യം മറന്നുപോയി. ചേച്ചിയുടെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പ്രൊഫസറെ വിളിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചി ഈ ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അല്ല, ഇത്രയും വലിയൊരു ഓർഡർ വരുന്ന സമയത്ത് ആരാടാ നോ എന്ന് പറയുന്നത്? ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഫോണിൽ വിളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫോൺ ചെയ്തതിന് ശേഷം എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പ്രൊഫസർ രേവതിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. തുടർന്ന് വീട്ടിലെത്തിയ രേവതിയാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര പൈസ
പൈസ ചെലവാകും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രി ഇരുന്നിട്ട്. സച്ചി അങ്ങോട്ടേക്ക് വരുന്ന ഉടനെ തന്നെ എന്താ സച്ചിയുടെ ലേറ്റ് ആയെന്ന് ചോദിക്കുകയാണ്. ഇന്ന് വലിയൊരു ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വരാൻ വേണ്ടി ലേറ്റ് ആയതാണ്. ശരി സച്ചിയുടെ, ഞാൻ വേഗം തന്നെ ഭക്ഷണം എടുത്ത് വെക്കാന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ആള് പോകുന്നത്. രേവതിയുടെ മുഖത്ത് പതിവില്ലാത്തൊരു സന്തോഷം കാണുന്ന സമയത്ത് പോകല് രേവതി, നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുവാണേ. എന്നിട്ട് രേവതി തന്നെ കുറച്ചു നേരം നോക്കി നിൽക്കുമ്പോ രേവതിയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ മുഖമൊക്കെ ഭയങ്കര ചിരിച്ചിങ്ങനെ നിൽക്കുവാണേ. പുറത്തുള്ള നിലാവെളിച്ചത്തേക്കാൾ കൂടുതൽ എന്റെ മുഖത്ത് നല്ല പ്രകാശം കാണുന്നുണ്ടല്ലോ. സച്ചേട്ടൻ കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടുപിടിച്ചല്ലോ, ഞാൻ ഭയങ്കര സന്തോഷത്തിലാണെന്ന് രേവതിയും പറയുന്നുണ്ട്. എന്താണെന്നുള്ള കാര്യം രേവതിയെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് കേട്ടോ സച്ചി ചോദിക്കുന്നത്. നമുക്ക് ആദ്യമായിട്ട് മണ്ഡപ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓർഡർ കിട്ടിയെന്ന് പറയുമ്പോൾ ഇത് ആദ്യത്തെ തവണയല്ലല്ലോ. മുമ്പൊക്കെ നമ്മള് ചെറിയ ചെറിയ ഓർഡേഴ്സ് ആണ് ചെയ്തത്. എന്നാൽ ഇത് വലിയൊരു മണ്ഡപത്തിലെ മൊത്തം ഓർഡർ എനിക്ക് കിട്ടി എന്നുള്ള ആ സന്തോഷം സച്ചിയെ അറിയിക്കുകയാണ് കേട്ടോ രേവതി. ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സച്ചിയാണെങ്കിൽ ശരിക്കും സൂപ്പർ രേവതി എന്ന് പറഞ്ഞ് കൈ കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ചെറിയ മണ്ഡപമല്ല സച്ചിയുടെ, വലിയ മണ്ഡപമാണ്. അവിടുത്തെ മൊത്തം ഡെക്കറേഷൻ പണിയും എന്നെയാണ് അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുന്നത്. എവിടുന്ന് കിട്ടി രേവതി ഇത്രയും വലിയൊരു ഓർഡർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് ശരത്ത് അവന്റെ പ്രൊഫസറുടെ വീട്ടിലെ കല്യാണമാണ്, ആ കല്യാണത്തിന്റെ ഓർഡർ ശരത്താണ് നമുക്ക് പിടിച്ചു തന്നെന്നുള്ള കാര്യം പറയുകയാണേ. ഈ ഡെക്കറേഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ചെലവാവില്ല, 4.5 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്നുള്ള കാര്യം പറയുന്നുണ്ട്. 20,000 രൂപ അഡ്വാൻസ് അവർ തരാന്ന് പറഞ്ഞു. പൂ വാങ്ങുന്നിടത്തൊക്കെ നമുക്ക് കടം പറയാം, പക്ഷേ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു 70,000 രൂപയോളം വേണമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇപ്പൊ അത്രയും കാശൊക്കെ നമ്മുടെ ഇഞ്ചിക്കകത്ത് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല സച്ചേട്ടാ, അത്രയും പൈസ ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പെട്ടെന്ന് തന്നെ ആരടുത്തും പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആരെയും കടമായിട്ട് തരുമോ എന്നുള്ള കാര്യം സംശയം എന്ന് പറയുമ്പോൾ അതൊക്കെ വേണ്ട, ഭയങ്കര പലിശ കൊടുക്കേണ്ടി വരും, അത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് രേവതി പറയുന്നുണ്ട്. അത് മാത്രമല്ല മറ്റൊരു ഐഡിയ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ വർഷയുടെ അടുത്തും പോയി ചോദിച്ചാലോന്ന് ചോദിക്കുകയാണ്. ഇതുവരെ ഞാൻ അങ്ങനെ ശ്രീകാന്തിന്റെ അടുത്ത് പൈസ കടം മേടിച്ചിട്ടില്ല, ആ ഓടിപ്പോയവനാണല്ലോ എപ്പോഴും നമ്മൾ പണം എടുത്തോണ്ട് ഓടി പോകുന്നത്. പക്ഷെ നമുക്ക് ചോദിച്ചു നോക്കിയാലോ എന്ന് രേവതി ഒന്നുകൂടി പറയുന്നുണ്ട്. വീട്ടിനുള്ളിൽ തന്നെ കടം മേടിക്കുന്നതൊന്നും അത്ര ശരിയാവില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സച്ചി സംസാരിക്കുന്നത്. നമ്മൾ എത്ര നല്ല രീതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ക്യാഷിന്റെ കാര്യം എന്ന് പറയുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിക്ക് ഇങ്ങനെ ഒരു മടിയുണ്ട് കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വർഷയുടെ അടുത്ത് മാത്രമായിട്ട് ചോദിച്ചോട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട അത് വേണ്ട, എന്തായാലും 2 ആൾക്കാരോടും കൂടി ചോദിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ സച്ചിയുടെ ഞാനൊന്ന് ചോദിച്ചു നോക്കാം എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ. സച്ചിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, കാശിന്റെ കാര്യമല്ലേ, എത്രയാണെങ്കിലും അനിയനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാശിന്റെ പേരിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവാൻ വേണ്ടി പാടില്ലല്ലോ എന്നുള്ള കാര്യമൊക്കെയാണ് സച്ചി ചിന്തിക്കുന്നത്. പക്ഷെ കാര്യം നടക്കണല്ലോ, അതുകൊണ്ട് രേവതി ആണെങ്കിൽ ഒന്ന് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് രേവതി പോയിട്ട് കാശിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി പോവാണ്, അതിന് വേണ്ടിയിട്ട് 70,000 രൂപയോളം ചെലവ് വരും. 20,000 രൂപ അഡ്വാൻസ് അവർ തരാന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്കി 50,000 രൂപ നിങ്ങളുടെ അടുത്ത് എടുക്കാനുണ്ടാവോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. മടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് താൻ പണം തരാം എന്നുള്ള കാര്യം നമ്മുടെ വർഷ പറയാനായിട്ട് ചെയ്യുന്നത്. ജോലി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ പണം ഞങ്ങൾ തിരിച്ചു തന്നോളാം എന്നുള്ള കാര്യം കൂടി രേവതി പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല രേവതി ചേച്ചി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ആ രേവതി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 50,000 രൂപ തരില്ല എന്നുള്ള വിചാരിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് വർഷ കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നുണ്ട്. വർഷ തനിക്ക് വേണ്ടിയിട്ട് ആ പണം തരാന്നുള്ള കാര്യം കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ആദ്യമായിട്ട് വലിയൊരു ഓർഡർ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്.